നമസ്കാരം. NCDC സ്നേക്ക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഇന്ന് ഒരു പുതിയ അതിഥിയെ, ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഇതുവരെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അതിഥിയാണ് കൗമുദി ടിവിയുടെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് നമ്മുടെ ടീം ഇന്ന് പരിചയപ്പെടുത്തുന്നു. ഈ പുതിയ അതിഥിയെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ങ്ങളിൽ ഗോൾഡൻ കോബ്ര, സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന അതിഥിയെ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നു നിങ്ങളുടെ മുന്നിലേക്ക്. 10 വയസ്സോളം മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ 10 വയസ്സിനധികം പ്രായമുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിനോട് ആരാധന തോന്നും. ഭാരതീയ വിശ്വാസങ്ങളിൽ മാത്രം നിറഞ്ഞ സ്വർണ്ണനാഗം, ദർശനം തന്നെ പുണ്യമെന്ന് ഉപനിഷത്തുകളും ഐതിഹ്യങ്ങളും വിശദീകരിക്കുന്ന സ്വർണ്ണവർണ്ണത്തിലുള്ള സർപ്പം. പ്രേക്ഷകർക്ക് അസുലഭ അവസരവുമായി കടന്നെത്തുന്നു സ്വർണ്ണനാഗം. കൂടെ വാവാ സുരേഷ്. ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണനാഗത്തെ കൗമുദി ടിവി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. ഇദ്ദേഹം സാധാരണഗതിയിൽ ഇദ്ദേഹത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല. ഇദ്ദേഹം അപൂർവങ്ങളിൽ അപൂർവമാണ് ഇദ്ദേഹം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ ഇതുവരെ ഇദ്ദേഹത്തിനെ ആരും കാണാൻ, അല്ലെങ്കിൽ ഇതേപോലെ, അല്ലെങ്കിൽ ഇതേ കളറിൽ ഉള്ള അതിഥിയെ ആരും കാണാൻ സാധ്യതയില്ല. അത്രയ്ക്ക് വ്യത്യസ്തനായ, അല്ലെങ്കിൽ ആരാധനകളിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഗോൾഡൻ കോബ്ര എന്നറിയപ്പെടുന്ന, സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന അതിഥി. ഇദ്ദേഹം ഫീമെയിൽ കോബ്ര അഥവാ പെൺ മൂർഖൻ എന്നറിയപ്പെടുന്നു. മൂർഖനും സർപ്പവും നാഗവും എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ആരാധനയാണ്. നിങ്ങൾ കാണുക, ഇദ്ദേഹവും ഞാനുമായിട്ട് ഏതൊരു പരിചയവുമില്ല. ഞാൻ ഇദ്ദേഹത്തിനെ പിടികൂടിയത് തന്നെ 2-3 ദിവസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ കഴിഞ്ഞ് കീഴാറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. 6:58 എനിക്ക് കോള് വരുന്നത്. ഞാനപ്പോൾ തലേദിവസം ഒത്തിരി കോളുണ്ടായിരുന്നു, വെളുപ്പാങ്കാലത്താണ് വന്ന് കിടന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹം വിളിച്ചതിന് ശേഷമാണ് എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഈ സ്ഥലത്ത്, ഈ അതിഥിയുടെ അടുത്തേക്ക് എത്തുന്നത്. ഏകദേശം 9 മണി കഴിഞ്ഞ് കാണും ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോൾ. എനിക്ക് ഈ അതിഥിയെ പരിചയപ്പെടാനുള്ളൊരു അവസരം ഒരുക്കിയത്, അല്ലെങ്കിൽ ഉണ്ടായത്, കീഴാറ്റിങ്ങലിൽ ശ്രീമാൻ അപ്പുക്കുട്ടൻ നായരുടെ വീട്ടിൽ, AB ഭവൻ അപ്പുക്കുട്ടൻ നായരുടെ വീട്ടിൽ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി 12 മണിയോടുകൂടി അവിടുത്തെ വളർത്തു നായ നല്ല കുരയിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരിറങ്ങി, ആ വീട്ടുകാരമ്മയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ അറിയപ്പെടുന്ന സ്വർണ്ണനാഗം എന്നറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് നാഗം, സർപ്പം എന്ന് പറയുന്നു. പുരാണങ്ങളിൽ കരിനാഗവും എന്തായാലും നമ്മൾ
ഈ അതിഥിയെ നന്നായിട്ട് എൻ്റെ മനസ്സ് നല്ല കൂളാക്കി ഒരു ലോകത്തൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ ഇദ്ദേഹത്തിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ സ്പർശിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ ഒന്ന് പിടിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. നോക്കാം. നമ്മുടെ കേരളത്തിൽ 12 മുറുക്കൻ പാമ്പ് എന്ന് പറയുന്നത് ഒരു ഇനമേ ഉള്ളൂ, 12 കളറിൽ കണ്ടുവരുന്നു. അതുമായിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം. 12 എന്നുള്ളത് 13 എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. കാരണം 12 എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പാമ്പുകളുടെ മുട്ട വിരിയിച്ചിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ്, ആ കുഞ്ഞുങ്ങളിൽ നിന്നാണ് 12 കളർ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞത്. എന്തായാലും അതിൽ ഈ അതിഥി ഇല്ല, കരിമൂർക്കൻ അഥവാ ബ്ലാക്ക് കോബ്ര ഇല്ല, കരിനാഗമില്ല, വെള്ളിനാഗമില്ല, ഈ സ്വർണ്ണനാഗമില്ല. സാധാരണ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കോമൺ കോബ്ര എന്നറിയപ്പെടുന്ന അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ കുലവും അത് തന്നെയാണ്. പക്ഷെ ആരാധന ചേരുന്നു. എന്തായാലും ഈ അതിഥിയെ പിടിക്കാൻ കഴിഞ്ഞതിൽ, തൊടാൻ കഴിഞ്ഞതിലും ഒക്കെ എനിക്ക് ഒരു വളരെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും ഭാഗ്യമായ ദിവസങ്ങളായിട്ടാണ് ഞാൻ ഇതിനെയൊക്കെ കാണുന്നത്. എന്തായാലും നമ്മുടെ ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ ഇതുവരെ ഇങ്ങനെ ഒരു അതിഥിയെ നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ലൈവാണ്. കാരണം ഇത് ഈ നമ്മുടെ പ്രേക്ഷകരുടെ, നമ്മുടെ കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്ററിലൂടെ ജനങ്ങൾ കണ്ടാൽ മാത്രമേ ഇത് വിശ്വസിക്കൂ ഇത് എന്ത് പാമ്പാണെന്ന്. എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നാളുകളായി ഞാൻ ഈ അതിഥികളുമായിട്ട് പരിചയപ്പെടാൻ തുടങ്ങിയിട്ട്. ഇത്രയും നാളുകൾക്കിടയിൽ ഇത്രയും വ്യത്യസ്തനായ ഒരു അതിഥിയെ പരിചയപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ്. സാധാരണ ഒരു 5 വർഷങ്ങൾക്ക് മുന്നേ ഇടപ്പഴിഞ്ഞിൽ ഒരു പറമ്പിൽ നിന്ന് ഒരു പാമ്പിനെ കിട്ടുകയുണ്ടായി. അത് വെള്ളി നാഗം എന്നറിയപ്പെടുന്ന എഴുത്തുകുത്ത് പുരാണങ്ങളിലുള്ളത്. അപ്പം ഞാനിത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നാം ഇത് അന്ധവിശ്വാസമാണെന്ന്. പക്ഷേ ഇതൊന്നും, എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണ് മനുഷ്യൻ്റെ ജീവിതം. എന്തായാലും അതിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വ്യത്യസ്തനായ ഒരു അതിഥിയാണ് ഇദ്ദേഹം. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഇടയിൽ ആദ്യമായാണ് ഇതുപോലൊരു അതിഥിയെ എനിക്ക് ഇത്രയും നല്ല സൗന്ദര്യമുള്ള ഈ അതിഥിയെ സ്പർശിക്കാൻ കഴിയുന്നത്, പിടിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ തൊടാൻ കഴിയുന്നത്. ഈ അതിഥിയെ എന്തായാലും എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഞാൻ ഓരോ അപകടങ്ങൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴും വ്യത്യസ്തന്മാരായ അതിഥികളെയാണ് എനിക്ക് കൂട്ടായി കിട്ടുന്നത്. ചില സമയങ്ങളിൽ പാമ്പ് കടിയേറ്റ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കിട്ടുന്നത് രാജവെമ്പാലായിരിക്കും. പക്ഷേ ഇത് അതിനേക്കാളും ഒക്കെ ഒരു ആരാധന തിങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന ഒരു അതിഥിയാണ് ഇദ്ദേഹം. വെള്ളിനാഗം എന്ന് പറയുന്ന പാമ്പിന് എനിക്ക് കിട്ടി. ഇദ്ദേഹം ഗോൾഡൻ കോബ്ര, സ്വർണ്ണനാഗം എന്ന് പുരാണങ്ങളിൽ അറിയപ്പെടുന്ന അതിഥിയാണ് ഇദ്ദേഹം. ഭാരതീയ സംസ്കാരം സുവർണനാഗത്തെ ഈശ്വര തുല്യമായി കാണുന്നു. ഈശ്വരന്മാരെല്ലാം തന്നെ സുവർണനാഗ സഹിതരായാണ് കാണപ്പെടുന്നത്. പരമശിവന്റെ കണ്ഠാഭരണമായും വിഷ്ണുവിന്റെ ശയ്യയായും നാഗങ്ങൾ കാണപ്പെടുന്നു. മഹർഷിവര്യനായ കശ്യപന്റെയും കദ്രുവിന്റെയും മക്കളായാണ് ശേഷ, വാസുകി, തക്ഷക പരമ്പരയിലെ നാഗങ്ങൾ ജന്മമെടുത്തത്. ഐതിഹ്യങ്ങളിലും പുരാണങ്ങളിലുമെല്ലാം സുവർണനാഗ ശ്രേഷ്ഠന്മാരെ കുറിച്ചുള്ള പരാമർശവുമുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും സുവർണനാഗങ്ങളെ ദൈവങ്ങളായി തന്നെയാണ് ആരാധിക്കുന്നത്. സർപ്പക്കാവുകൾ പ്രകൃതി സംരക്ഷണത്തിന്റെ വഴിയാണെന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിച്ചു കഴിഞ്ഞു. സുവർണനാഗ ദർശനം തന്നെ പുണ്യമായി കരുതിയ നാടാണ് ഇത്. സുവർണനാഗങ്ങളുടെ സാന്നിധ്യം ദൈവീകമായി കാണുന്നവരാണ് ഭാരതീയർ. ഞാൻ കഴിഞ്ഞ ഈ പാമ്പിനെ പിടിച്ചതിന്റെ അന്ന് തന്നെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഇടുകയും 1-2 വ്യക്തികൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഇത് ഫോട്ടോഷോപ്പ് ചെയ്തതാണോ എന്ന്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ
ഒത്തിരി പടങ്ങളിൽ ഒത്തിരി ഫോട്ടോസ് ഫോട്ടോഷോപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ആൾക്കാർക്ക് അങ്ങനെ സംശയം ഉണ്ടാവുന്നത്. എൻ്റെ കയ്യിലിരുന്നിട്ട് പോലും എൻ്റെ വിശ്വസ്തർ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളായ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിരുന്നു 2 പേര്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു കണ്ട് മനസ്സിലാക്കട്ടെ. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട്, നമ്മുടെ കൗമുദി ടിവിയുടെ സ്നേക് മാസ്റ്റർ പ്രോഗ്രാം കൊണ്ട് കേരളീയർക്ക് മാത്രമല്ല, ഭാരതീയർക്ക് മാത്രമല്ല, എനിക്ക് മൊബൈലിലും എൻ്റെ ഫേസ്ബുക്കിലും കോളുകൾ വരുന്നതും SMS ഒക്കെ വരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ എൻ്റെ അടുത്ത് പാമ്പുകളെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിക്കാറുണ്ട്. ഇതിനെ ഒരുപാട് സംസാരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് പാമ്പിനെ പിടിക്കുന്നതിനേക്കാളും എനിക്ക് കോളിന് മറുപടി കൊടുത്താണ് ഞാൻ ക്ഷീണിക്കുന്നതെന്നുള്ളതാണ്. എന്തായാലും ഒരു ദിവസം 200-250 കോളുകൾ എൻ്റെ മൊബൈലിലേക്ക് വരുന്നുണ്ട്. പരിചയപ്പെടാനായി സുഹൃത്തുക്കളൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും ഈ അതിഥികളെ തൊടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഈ അതിഥിയെ നമ്മൾ ഇനി കഷ്ടപ്പെടുത്തുന്നില്ല. ഈ അതിഥിയെ കാണുക.